അപ്പോൾ ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ റീൽസ് കണ്ടത്. അപ്പോൾ അടുക്കളയിൽ പോയി നോക്കുമ്പോൾ മുളകും ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അതങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം മുളക് എടുത്തിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് മുളക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കീറി കൊടുത്തിട്ട് വേണം ആവി കയറ്റാൻ. പിന്നെ വല്ലാതെ ആവി കയറ്റേണ്ട, ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയേ വേണ്ടുള്ളൂ. അപ്പോൾ മുളക് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ചീനച്ചട്ടി എടുത്തിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറി വന്നാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് പുളി പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. അപ്പോൾ പുളിയൊക്കെ നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കരയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ നേരത്തെ ആവി കയറ്റി വെച്ച മുളകൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറിന് കറിയില്ല എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ആരും വിഷമിക്കേണ്ട, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ. എരിവും പുളിയും മധുരവും മുഖപ്പാടായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത പുതിയ റെസിപ്പി കാണുന്നവരെ എല്ലാവർക്കും ബായ്.